കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കൊല്ലം റൂറൽ ജില്ലയുടെ ആദ്യ സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബാലാരിഷ്ടതകൾ പലതുള്ള കൊല്ലം ജില്ലയിൽ റൂറൽ പോലീസ് സേന ഇനിയും ഏറെ ദൂരം മുന്നേറേണ്ടതുണ്ടെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. പോലീസിനെ പറ്റിയുള്ള പഴയ സങ്കല്പം മാറിയിരിക്കുകയാണെന്നും ജനമൈത്രി പോലീസ് ശ്രദ്ധേയമായിരിക്കുകയാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ടീം സോളാർ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ മുൻകൂട്ടി മനസ്സിലാക്കി അവയ്ക്ക് തടയിടാൻ പോലീസിന് സാധിക്കണം. തട്ടിപ്പുകളുടെ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ തട്ടിപ്പുകളിൽ ആളുകൾ പെടുന്നതിന് മുമ്പ് ഇത്തരം തട്ടിപ്പുകാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും പോലീസ് പോലും നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇവരൊക്കെ തന്നെ ഇത് അറിയുന്നതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് പാടില്ല. ഇങ്ങനെ ഒരു തട്ടിപ്പ് ഈ സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിൽ ജനങ്ങൾ ചെന്നുപെടാതിരിക്കുവാനുള്ള നടപടികളാണ്. ടീം സോളാറിന്റെ പേരിൽ സർക്കാരിന് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. സോളാർ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. റൂറൽ പോലീസിന് ആവശ്യമായ ബറ്റാലിയൻ ഉണ്ടാകുന്നതിന്റെ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കും. പോലീസിനെ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ കീഴിൽ കൊണ്ടുവരണം. തട്ടിപ്പിനും വെട്ടിപ്പിനും വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിരിക്കുന്നു. രാജ്യസുരക്ഷയ്ക്ക് പോലീസ് സേന ശക്തമായ പങ്കുവഹിക്കേണ്ടതുണ്ടെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ടീം സോളാറിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ മറ്റു പല തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തട്ടിപ്പുകളുടെ ഒരു കാലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കുറയുന്നില്ല. സാമ്പത്തിക തട്ടിപ്പുകൾ എന്ന് വർദ്ധിച്ചു വരികയാണ്. ടോട്ടൽ മോറിയ തട്ടിപ്പ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, ഈ ഗവൺമെന്റ് കാലത്ത് സോളാർ തട്ടിപ്പ്, എല്ലാ ഗവൺമെന്റ് കാലത്തും ഒരു തട്ടിപ്പ് ഇല്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലായിരുന്നു. അപ്പോ തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളീയരുടെ പൈസ കൂടിപ്പോയി എന്നുള്ളതാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CI K സദൻ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മെമ്പർ P മുരളീധരൻ, കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കടത്ത്, അഡ്മിനിസ്ട്രേറ്റർ DYSP ശിവസുധൻ പിള്ള, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PG കുഞ്ഞച്ചൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.